കുതിരാൻമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുകയാണ്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ഈ അമ്പലത്തിലൊന്ന് തൊഴണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ഞായറാഴ്ച പുറപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അതിന് മുന്നേ തുരങ്കം വരുന്നതിന് മുന്നേ നമ്മളെല്ലാവരും പോയിരുന്ന കുറേ വണ്ടികളും ആളുകളും എല്ലാവരും കടന്നു പോയിരുന്ന വഴിയാണ് ഇത്. ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് ആകെ. ഇത്രയും ഉണ്ടായിരുന്ന ഒരു റോട്ടിൽ കൂടെയാണ് ഇത്രയധികം വണ്ടികൾ പോയിരുന്നത്. അപ്പോൾ സ്ഥിരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. കുതിരാൻകയറ്റത്ത് മണിക്കൂറുകളോളം വണ്ടി ബ്ലോക്കായിട്ട് കിടക്കുന്ന ന്യൂസൊക്കെ നമ്മൾ പണ്ട് കേൾക്കാറില്ലേ. ഈ തുരങ്കം വന്നതിന് ശേഷം ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് പോകാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര വീർപ്പുമുട്ടലാണ്. എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. കാരണം വെൻറ്റിലേഷനൊന്നുമില്ല. എക്സോസിൻ്റെ ഫാനുകളാണ് വെച്ചിരിക്കുന്നത്. നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല ഇതിൻ്റെ ഉള്ളിൽ. ഹരിക്കുട്ടൻ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ മുകളിൽ കൂടെയൊക്കെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ഞാൻ പുറത്ത് കിടന്നപ്പോഴാണ് എനിക്കൊരു ശ്വാസം വീണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കാടാണ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം. ഇത് കാണുമ്പോൾ എനിക്ക് കോയമ്പത്തൂർ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ക്ഷേത്രങ്ങളുടെ ഒരു ചെറു മാതൃകയാണ് തോന്നുന്നത്. ഭയങ്കര കളർഫുള്ളാണ് അതിൻ്റെ ഗോപുരങ്ങളൊക്കെ. ഉയർന്ന പടികൾ മുകളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കയറി, പടികളൊക്കെ കയറി മുകളിൽ ചെന്നപ്പോൾ ശരിക്കും കിതച്ചു. നല്ല കല്ല് മിനുക്കി വിരിച്ചിരിക്കുന്ന പടികളാണ്, കൽപ്പടികളാണ് നിറയെ. കുറച്ച് പടികളേ ഉള്ളെങ്കിലും കുത്തനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മുകളിലെത്തിപ്പിക്കും ഞാൻ ശരിക്കും കിതച്ചു പോയി. എത്രയോ ആളുകൾ ചവിട്ടി കടന്നു പോയിട്ടുള്ള പടികളാണിത്. എത്രയോ വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇത്. തുടക്കത്തിലേ വെച്ചിരിക്കുന്ന പുലിപ്പുറത്ത് ഇരിക്കുന്ന അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ്. അത് തൊഴുതിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട്. ഒരുപാട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആൽമരമാണ്. കെട്ട് പിണഞ്ഞ് കിടക്കുകയാണ്, ആകെ മെടഞ്ഞിട്ട്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് അന്നദാനം ഉണ്ട് ഇവിടെ. ശനി ഞായറുമാണ് ഇവിടുത്തെ അന്നദാനം. അപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അടച്ചുപൂജയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട എള്ളുതിരിയൊക്കെ വാങ്ങിച്ച് തൊഴാനായിട്ട് കുറേ നേരം കാത്തു നിന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക കുട്ടി പാട്ടൊക്കെ 2-3 പാട്ടുകളൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നട തുറന്നത്. തൊഴുതിറങ്ങിയപ്പോൾ ഇത് കാട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ മണം അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. വാനരന്മാരെ ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ ഒരാൾ കയറിപ്പോയി. നാഗത്താന്മാരുടെ പ്രതിഷ്ഠയാണത്. അവിടെയൊക്കെ തൊഴുത് ഞങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ വേറൊരു കുരങ്ങൻ വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആൾ ഓടി ഒരു മരത്തമ്മ കയറാനായിട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം തിന്നാൻ കിട്ടി. അതെടുത്ത് ഇങ്ങനെ വായിൽ വെച്ച് കടിച്ചിട്ട് ആൾ മുകളിലേക്ക് കയറി. കെട്ട് പിണഞ്ഞ് ആകെ മെടഞ്ഞ് മുറുകി കിടക്കുന്ന ഒരു വലിയൊരു ആൽവൃക്ഷം. എത്രയോ നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടാവും അല്ലേ. കണ്ടോ ഗോപുരം, പല കളറുകളാണ് ഇതിന്. എനിക്കിത് കണ്ടിട്ട് ഒരു ഭയങ്കര അതിശയം തോന്നി. നമ്മുടെ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ള ഗോപുരങ്ങളൊന്നും ഇല്ല അമ്പലങ്ങൾക്ക്. ഇത് വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റാണ്. ഞാൻ നോക്കുമ്പോൾ ഹരിക്കുട്ടനെ ഇവിടെ നിന്ന് വരണം എന്നൊരു ആഗ്രഹമില്ല. കാരണം നല്ലൊരു അന്തരീക്ഷം, ഒരു ശല്യവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വണ്ടികളുടെ ആയാലും മനുഷ്യന്മാരുടെ ആയാലും ഒച്ച ബഹളമോ ഒന്നുമില്ലാത്തൊരു നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണിത്. മെയിനായിട്ടുള്ള പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റാച്യു ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. വലിയ വലിയ സ്റ്റാച്യുകൾ. മഹാദേവൻ, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, അതുപോലെ ഹനുമാൻ, അതുപോലെ ഭുവനേശ്വരി എല്ലാവരും ഉണ്ട്. കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് കാട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. അയ്യപ്പനെ തൊഴുത ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അകലെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണിത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് തുരങ്കത്തിലൂടെ വേണം പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഭക്ഷണം കഴിക്കാൻ നിന്നില്ല, മടങ്ങിപ്പോന്നു. ഇതൊരു സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു കുതിരേനെ കിട്ടുന്ന സ്ഥലമാണ്, കുതിരാലയാണ്. അവിടെ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ദിവസം ഇടാം. അങ്ങനെ ഞങ്ങൾ അടുത്ത തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി. എനിക്ക് വീണ്ടും വീർപ്പുമുട്ടലും തുടങ്ങി. ഈ സമയത്ത് എനിക്ക് ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ തീരെ പോകാൻ പറ്റുന്നില്ല. എനിക്കെന്തോ പേടിയോ എന്തൊക്കെയോ വരുന്നു. ശ്വാസം കിട്ടാത്ത പോലെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ. അപ്പം ഞാൻ വേഗം കുറച്ച് സ്പീഡിൽ വണ്ടി ഓടിക്കാനായിട്ട് ചേട്ടനോട് പറയുന്നുണ്ട്. പക്ഷേ ചേട്ടന് സ്പീഡിൽ ഓടിക്കാൻ പേടിയാണ് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു വിധം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി.
പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ നല്ല വെയിലായി. ആ സമയത്തേക്ക് ഞങ്ങൾക്ക് വിശന്നു. പക്ഷേ റോഡ് സൈഡിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്, പാറയിൽ കൂടെയൊക്കെ ഈർപ്പം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഒരു നിമിഷം എനിക്ക് വയനാട്ടിലെ ആ ഒരു കാഴ്ചകളാണ് ഓർമ്മ വന്നത്. എപ്പോൾ വേണമെങ്കിലും ഇടിയാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുന്നിൻ ചെരുവുകൾ ഞാൻ കണ്ടു. മണ്ണ് ഒലിച്ചിറങ്ങിയ അവസ്ഥയിലുണ്ടായിരുന്നു. ദൂരെ നീല നിറത്തിൽ കാണുന്നത് പീച്ചി ജല അതോറിറ്റിയുടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന പാലമാണത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണെന്നൊക്കെ പറയുന്നു. പിന്നെ ഒരു ഔഷധശാല വൈദ്യരത്നത്തിൻ്റെ അതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. കാരണം നല്ലോണം വിശന്നു. ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയം ഹരിക്കൂട്ടൻ മിഠായി ചെപ്പ് തുറന്നിട്ട് മിഠായി കഴിച്ചു തുടങ്ങി. ഞാനും വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഒരുവിധം ദോശ വന്നു, ഞങ്ങൾ കഴിച്ചു. നേരെ കോഴീനെ വാങ്ങിക്കാനായിട്ട്, എല്ലാ ഞായറാഴ്ച പതിവാണ് ചിക്കൻ, അത് വാങ്ങിക്കാനായിട്ട് പോയി. അങ്ങനെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി.